വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS +2 ഇംഗ്ലീഷിലെ 17ാമത്തെ അധ്യായമായിട്ടുള്ള ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു അധ്യായത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ അറിയപ്പെട്ട ഒരു പ്രസംഗമാണ്, ഒരു പ്രഭാഷണമാണ്. ഈ ഒരു പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് ഇതിൻ്റെ സമ്മറി എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സമ്മറിയിലൂടെ ഈ ഒരു അധ്യായത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഈസ് എ സ്പീച്ച് ഗിവൺ ബൈ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇതൊരു അറിയപ്പെട്ടിട്ടുള്ള ഒരു സ്പീച്ചാണ്. ദർ ഈസ് കൺഫ്യൂഷൻ ആൻഡ് വെറി ആൻഡ് ഇൻ നെഹ്റൂസ് മൈൻഡ് അബൌട്ട് ദ ബെസ്റ്റ് വേ ഫോർവേഡ്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ അല്ലെ, മുന്നോട്ടുള്ള പോക്കിൽ ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സങ്കടപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ്. History to him was like a voyage discover the past. Nehru was aware of the country's achievements and shortcomings. അല്ലെ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നേടിയെടുക്കേണ്ടതിനെ കുറിച്ചുള്ള ആശങ്കകളാണ് നമ്മളുടെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റുവിനുണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ജനങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ടൈമാണ്, ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ത്രൂ ദ സ്പീച്ച്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഹി ടോക്സ് അബൌട്ട് ഹിസ് ഡ്രീംസ് അബൌട്ട് ഫ്യൂച്ചർ ഇന്ത്യ. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. ഹി ഓൾസോ കംപ്ലൈൻസ് അബൌട്ട് ദ ഡിവിഷൻ അമംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ കാസ്റ്റ് ആൻഡ് കസ്റ്റംസ്. അല്ലെ, ജാതിയും മതവുമായിട്ടുള്ള ഈ ഒരു വെറി അദ്ദേഹം ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് പരാതികൾ പറയാനുണ്ട് എന്നുള്ളതാണ്. He wanted to build a new India on old foundation. അല്ലെ, ഒരു പഴയ രീതിയിൽ ഇന്ത്യയുടെ പുതിയ ഒരു ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പങ്കുവെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നെഹ്റു ബിലീവ്സ് ദ സയൻസ് ആൻഡ് ടെക്നോളജി അദ്ദേഹം will be able to solve the problems of providing primary necessaries of life to everyone of all the world. അല്ലേ, പുതിയ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം, അതുപോലെ തന്നെ ശാസ്ത്രത്തിലും ടെക്നോളജിയിലുമാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അല്ലെ, അത് എന്താണ് വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിന് സാധിക്കും, ടെക്നോളജിക്കും ശാസ്ത്രത്തിനും സാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നൽകുവാനും സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. He wanted to India to be free from all sorts of violence and people to unite. അല്ലെ, ജനങ്ങൾ ഒന്നിക്കുകയും അക്രമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആവുമെന്നും നമ്മളുടെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ടോട്ടലായിട്ട് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്തിനെ കുറിച്ചൊക്കെ പറയുന്നു എന്നതിനെ കുറിച്ച് നോക്കാം. നെഹ്റു തന്റെ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രവും ഭാവിയെ കുറിച്ചുമുള്ള സ്വപ്നങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചൈതന്യവും ദ്രുതഗതിയിലുള്ള നഷ്ടത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തെ ജാതിയുടെയും ആചാരങ്ങളുടെയും പേരിൽ വേർതിരിക്കുകയും ഇന്ത്യയുടെ ഭൂതകാലവും ഭാവി കാലവും അവളെ എതിർദിശയിലേക്ക് വലിക്കുന്നുവെന്നും നെഹ്റു തൻ്റെ പ്രസംഗത്തിലൂടെ വേവലാതി പറയുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ടും സമൂലമായ പരിഷ്കാരങ്ങൾക്കും വേണ്ടിയും അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. സത്യവും സമാധാനവും ഉയർത്തിപ്പിടിച്ച് ഒരു പുതിയ ജനതയെ വാർത്തെടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പുതിയ ജനതയെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ സയൻസിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. തൻ്റെ ലക്ഷ്യങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. നാം സ്വയാശ്രയമുള്ളവരായി
തീരണമെന്നും നമ്മുടേത് മഹത്തായ രാജ്യമാണെന്നും നാം വിശ്വസിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ നേടിയെടുക്കുവാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വയാശ്രയത്വമുള്ള ജനങ്ങളായി മാറുന്നതോടൊപ്പം ജാതിയുടെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും പേരിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് വർണ്ണ വിവേചനമില്ലാതെ മനുഷ്യരെന്ന ഒറ്റ വിഭാഗമായി നമ്മുടെ ഇന്ത്യയെ മാറ്റണമെന്നും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു അധ്യായത്തിൻ്റെ ടോട്ടൽ ആശയം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 1, വാട്ട് ഹാപ്പൻ വെൻ കൊളോണിയലിസം ആൻഡ് ഡൊമിനേഷൻ കം ടു ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കൊളോണിയലിസവും അതുപോലെ ആധിപത്യവും ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുന്നിലൊരു ക്വസ്റ്റ്യന്. അതിന് ആൻസർ ആയിട്ട് പറയുന്നത്, വെൻ കൊളോണിയലിസം ആൻഡ് ഡൊമിനേഷൻ കെയിം ടു ഇന്ത്യ ഈസ് സ്റ്റാർട്ടഡ് ഇൻഫ്ലുവൻസിങ് ടു ഫ്രഷ് ഐഡിയാസ് ആൻഡ് ദ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ടു യൂറോപ്പ്. അല്ലെ, യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തെ കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയകൾ ആർക്കുണ്ടായി? ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ ലോങ് സ്ട്രഗിൾ? ലോങ് സ്ട്രഗിളിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളതാണ്. ദ റിസൾട്ട് ഓഫ് ദ ലോങ് സ്ട്രഗിൾ വാസ് ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ് ഫ്രം ഫോറിൻ പീപ്പിൾ, അല്ലെ, ഫോറിൻ റൂൾ, അല്ലെ, വിദേശ നയങ്ങളിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായി എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ഡസ് ദ ഓതർ സീ ദ ഫ്യൂച്ചർ ഓഫ് കൺട്രി? രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു, ഈ ബുക്ക് എഴുതിയിട്ടുള്ള ആള്, നോക്കി കാണുന്നത് എന്നുള്ളതാണ്. ദ ഓതർ സീസ് India's future having to burden of the past and the confused dreams and changes the world. ലോകത്തെ മാറ്റിമറിക്കാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള ഭാണ്ഡം, അല്ലെ, ഇപ്പോഴുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് ഫ്രീ ആവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത്. കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ, പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിലും ജോയിൻ ചെയ്യുക. Okay, thank you to all.